വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ചയിലും പൂർണ്ണ സമവായമായില്ല. അൻവർ സാദത്തിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെന്നിത്തല. അതേസമയം രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ഉറപ്പു നൽകി. ഇന്ന് വൈകുന്നേരത്തോടെ എല്ലാ പ്രശ്നവും പരിഹരിക്കാം എന്ന് വി.ഡി. സതീശന്റെ ഉറപ്പ്. ഷീജ ചേരുകയാണ്. ഷീജ, വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയെ കണ്ടു, എന്തൊക്കെയാണ് വിശദാംശം? തീർച്ചയായും ഷമ്മി, ഏതായാലും ഈ അല്പസമയം മുമ്പ്, അതായത് ഒരു 1:20 കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച, വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച പൂർത്തിയായത്. ഈ കൂടിക്കാഴ്ചയിൽ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു പൂർണ്ണ സമവായത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു നീക്കുപോക്ക് നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തലയ്ക്ക് ഏതായാലും ആഭ്യന്തര വകുപ്പ് നൽകാം എന്നുള്ള കാര്യം അത് പൂർണ്ണമായും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിലിനി മറ്റൊരു തരത്തിലേക്ക് ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ പക്ഷേ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യമുണ്ട്. അൻവർ സാദത്തിനെ മന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം, അതിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം ചെന്നിത്തല പറഞ്ഞു. പക്ഷേ ഈ ആവശ്യത്തിൽ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വി.ഡി. സതീശൻ നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അത് മുസ്ലിം ലീഗുമായി കൂടി ആലോചിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള മന്ത്രിമാർ കൂടി വരുന്നൊരു പശ്ചാത്തലത്തിൽ വീണ്ടും അൻവർ സാദത്തിനെ കൂടി മന്ത്രിയാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോർമുല തെറ്റും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗുമായി കൂടി ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയോട് വി.ഡി. സതീശൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലീഗ് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ IC ബാലകൃഷ്ണൻ, TJ വിനോദ്, അതോടൊപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാല, ഇവരിൽ ഒരാളെ മന്ത്രിയാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് രമേശ് ചെന്നിത്തല വി.ഡി. സതീശന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയങ്ങൾ സമഗ്രമായി പരിശോധിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു അന്തിമ തീർപ്പാക്കാം എന്നുള്ളൊരു ഉറപ്പാണ് നിലവിൽ ഇപ്പോൾ വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ രീതിയിൽ തന്നെ തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് ചെന്നിത്തല വി.ഡി. സതീശൻ കൂടിക്കാഴ്ചയിൽ ചെന്നിത്തലയുടെ നിലപാടിലൂടെ വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഹൈക്കമാൻഡ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇടപെടുകയും ഈ വിഷയം സമവായത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ അടിയന്തരമായും ഈ വിഷയം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള നിർദ്ദേശം വി.ഡി. സതീശന് നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നതും രമേശ് ചെന്നിത്തലയുടെ ആവശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളൊരു ഉറപ്പും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷമി.